കല്യാണ ചെക്കന് മേക്കപ്പ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു കേട്ടോ. ചേട്ടൻ നേരത്തെ പറയായിരുന്നു എൻ്റെ കല്യാണം നീ തന്നെ മേക്കപ്പ് ചെയ്ത് തരണം കേട്ടാന്ന്. അതുപോലെ തന്നെ സാധിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നതിന് ശേഷം മാത്രമാണ് കുഞ്ഞിക്കിഴൽ റെഡിയാക്കിയത്. അല്ലെങ്കിൽ ചെക്കൻ നല്ലോണം അലമ്പാക്കി ആ ഡ്രസ്സ് മുഴുവൻ കൊള്ളമാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞതേ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവരുടെ ഒരു വലിയ ദിവസം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും ദൈവത്തിനോട് ഓർത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലെല്ലാം നടക്കാറുണ്ട് കേട്ടോ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇറങ്ങി. ഞാൻ ആ കൊട്ട പിടിച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ വിരിപ്പാവ് സാരിയാണ്, മാറാനുള്ള സാരിയായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും 3 പേരുടെയും എനിക്ക് എന്നെ പിടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഭാഗ്യമുണ്ട്. ഇനി ഒരാളും കൂടി ഉണ്ട്, ചെപ്പിയും കൂടി ഉണ്ട്. അടുത്ത പോലെ ചെപ്പിനെ കെട്ടിക്കണം. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മുടെ മണവാളുടെ ഡ്രസ്സ് കൊള്ളാം അല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുനേൻ്റെ ഡ്രസ്സിൻ്റെ മോഡൽ നോക്കാനും എല്ലാത്തിനും A to Z കാര്യങ്ങൾക്ക് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ ഉൾപ്പെടുത്താത്ത ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു 3 years ആയെങ്കിൽ പോലും ഞാനില്ലാത്തൊരു സന്തോഷം അവർക്കില്ല, അവരില്ലാത്തൊരു സന്തോഷം എനിക്കുമില്ല. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ചെറുനേൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടില്ലേ, ഞങ്ങൾ 4 പേര് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ പോലും മൂത്ത ആളെന്നുള്ള രീതിക്ക് ഒരു അപ്പൻ്റെ സ്ഥാനമോ ഒരു ചേട്ടൻ്റെ സ്ഥാനമോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫ്രണ്ടോ എല്ലാം ആയിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാനില്ലേ ഈ ബൈബിൾ വായന എനിക്ക് മൈക്ക് സ്പിയർ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും മൈക്കിലൊക്കെ സംസാരിക്കാനും ഇതാക്കാനും. പക്ഷെ എന്തോ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. എനിക്ക് അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് അത്രയും സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷ നിമിഷമാണിത്. എൻ്റെ ചേട്ടത്തി അമ്മ, എൻ്റെ ഏറ്റവും മൂത്തത്, ഒരു അമ്മയുടെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു സ്ഥാനം നമ്മുടെ ആശമ്മ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം. വന്ന് കയറുന്നവരും തമ്മിലും, അതായത് നമ്മളെ ചേച്ചിയും സ്നേഹയാണെങ്കിൽ സ്നേഹയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. ഞങ്ങളൊരു നാത്തൂനല്ല, അതിൻ്റെ അപ്പുറത്തൊരു നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ തമ്മിലുള്ള. അതുപോലെ തന്നെയാണ് ആശമ്മ. തന്നെ ആശമ്മ എനിക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞങ്ങൾ അത്രയും ആ ഒരു സ്നേഹവും ഇതെല്ലാം ഉണ്ടാവും. പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോഴേ ഞാൻ പുറത്തുനിന്നിടെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാ. വീഡിയോ ആണെങ്കിൽ പള്ളിന്ന് കണ്ടോല്ലോ. പള്ളിയിലൊക്കെ കഴിഞ്ഞ് ബാൻഡൊക്കെ കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പള്ളി തൊട്ട് നമ്മളുടെ വീട് വരെ ഡാൻസ് അതുപോലെ കളറായി കളഞ്ഞ് ആഗ്രഹിച്ചതിനും വിചാരിച്ചതിനേക്കാളും നല്ല സെറ്റപ്പായിട്ടാ.
ഞങ്ങൾ ആദ്യം വീട്ടിലേക്കാണ് കേട്ടോ പോയത്. വീട്ടിൽ ചെന്ന് വിളക്ക് വെച്ച് കയറി പ്രാർത്ഥനയ്ക്ക് വിളിച്ചതിന് ശേഷമാണ് നമ്മളുടെ പരിപാടി നടത്തുന്ന സ്ഥലത്തേക്ക് പോയത്. നമ്മൾ തൊട്ടടുത്ത് ഫ്രണ്ടിൽ തന്നെയാണല്ലോ. അമ്മ പിടിച്ച് മോണ്ടയിലേക്ക് ഏൽപ്പിച്ചേ. ഒരു മോഡ് സ്വീകരിച്ച് എന്നിട്ട് മോണ്ടയിലേക്ക് ഏൽപ്പിച്ചേ. ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. ആംബിയൻസ് കിട്ടും. ഓക്കെ റെഡി. ഓക്കെ It is an eternal commitment two people make to believe in an share each other, exchange the glasses and drink from them. ചന്തമായി ഞാനഞ്ഞ് നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് അവളെ നോക്ക് മഞ്ഞപ്പുറത്ത് കരയും. ഇത് കണ്ട
ഒരു പടുത്തോളം നോക്കട്ടെ ഞാൻ നോക്കാൻ അകത്തോണ്ട് ഇടിച്ചത് കഴിക്കലേ ഫ്രണ്ട്സായിട്ടാ അതൊക്കെ അല്ല എവിടെ നോക്കിയാലും ഫ്രണ്ട്സ് Family.